കിഫ്ബിയുടെ കോൺട്രിബ്യൂഷൻ കേരളം ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. ദ ബെസ്റ്റ് ഓഫ് കിഫ്ബി ഈസ് യെറ്റ് ടു കം. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. കണക്കുകൾ പറഞ്ഞ് അതിനെ ഞാൻ ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ബ്രോഡായിട്ട് പറയുക, നമ്മൾ ഇനിയും വലുതായിട്ട് കയറാൻ പോകുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷനാണ്. ഇനി നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി സസ്റ്റെയിൻ ചെയ്ത് അയക്കണം. പിന്നെ ഏറ്റവും പാവപ്പെട്ടവരുടെ അവിടെ ഇത് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അത് പ്രൈമറി എഡ്യൂക്കേഷനെ നമുക്ക് അങ്ങനെ അത് മീറ്റ് ചെയ്യാം. നമുക്കൊരു നല്ലൊരു പ്രൈമറി എഡ്യൂക്കേഷൻ സെറ്റപ്പ് കേരളത്തിൽ നിന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ അത്ര അത്യാവശ്യം ചെയ്തിട്ടില്ല. നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വർഷം നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിൽ പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, കോളേജ് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, സ്പോർട്സ്, ഈ 6 മേഖലകളെല്ലാം കൂടെ ഒരുമിച്ച് നമ്മളൊരു ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ഒരു സംസ്ഥാനം, കേരള സംസ്ഥാനം ചിലവാക്കുന്നത് ഏതാണ്ട് 646-650 കോടിയാണ്. ഈ മേഖലയിൽ കിഫ്ബി അതായത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ മൊത്തം എമൗണ്ട് ഏതാണ്ട് 8,000 കോടി വരും.